ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം വടക്കൻ പാട്ട് സിനിമകളിൽ ഏറ്റവും നന്നായി ചേരുന്ന നായക നടന്മാരെക്കുറിച്ച്, അതുപോലെ വടക്കൻ പാട്ട് അഭിനയിച്ചാൽ അത് യോജിക്കാത്ത നായകന്മാരെക്കുറിച്ച്. ഇതിപ്പോൾ വടക്കൻ വീരഗാഥൻ്റെ റിവ്യൂ അല്ലേ എല്ലാ ചാനലിലും ചെയ്യുന്നത്. അപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് വടക്കൻ വീരഗാഥനെ കുറിച്ചിട്ടാണ് ചർച്ച. അപ്പോൾ നമുക്ക് വടക്കൻ പാട്ടിനെ കുറിച്ച് കുറച്ച് പറയാം. അതിൽ ഏറ്റവും നന്നായി വടക്കൻ പാട്ട് കൈകാര്യം ചെയ്യുന്ന നടൻ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറാണ്. അദ്ദേഹം അഭിനയിച്ച എല്ലാ വടക്കൻ പാട്ട് സിനിമകളും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളാണ്. അതിൽ ഉണ്ണിയാർച്ച സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്, നസീർ സാറാണ് നായകൻ. പിന്നെ ഉദയനൻ്റെ മകൻ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്, നസീർ സാറാണ് നായകൻ. ആരോമലുണ്ണി ബ്ലോക്ക് ബസ്റ്റർ, അത് ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററാണ്. ആരോമലുണ്ണിക്ക് മുന്നേ ആരോമലുണ്ണിക്ക് ശേഷം അത്രയും കളക്ഷൻ കിട്ടിയ പടമില്ല. അത് ഓരോ സിനിമ കാണുന്ന ഒരു കുടുംബത്തിൽ ഓരോ വീട്ടിലെ വ്യക്തികളും കണ്ട പടങ്ങളാണ് പടാന്നത്. അതായത് അന്നത്തെ കാലത്ത് സിനിമ കാണുന്ന എല്ലാ വീടുകളിലെ ആൾക്കാരും ആ സിനിമ കണ്ടിട്ടുണ്ട്. അങ്ങനെ അത്രയും വിജയമാക്കിയൊരു പടമാണ് ആരോമലുണ്ണി. ഒന്ന്. പിന്നെ നസീർ സാറിൻ്റെ തുമ്പോലർച്ച സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്, തച്ചോളി മരുമകൻ ചന്തു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്, കണ്ണപ്പനുണ്ണി സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്, അങ്കത്തട്ട് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്, പിന്നെ തച്ചോളി അമ്പു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്, കടത്തനാട്ട് മാക്കം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്, പിന്നെ കടത്തനാട്ട് മാക്കം തച്ചോളി അമ്പു, പാലാട്ട് കുഞ്ഞിക്കണ്ണ് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. പിന്നെ വരുന്നത് പടയോട്ടം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. ഇതെല്ലാം ഇതിൽ ബ്ലോക്ക് ബസ്റ്ററും ഉണ്ട്, സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. ഞാൻ മൊത്തത്തിൽ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് എന്ന് പറഞ്ഞത്. തച്ചോളി അമ്പലം ബ്ലോക്ക് ബസ്റ്ററാണ്, പിന്നെ കണ്ണപ്പനുണ്ണി ബ്ലോക്ക് ബസ്റ്ററാണ്. പക്ഷെ അതേ പ്രത്യേകം എടുത്ത് പറയുന്നില്ല, സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് എന്ന് പറഞ്ഞാൽ പറയുന്നത്. അപ്പോൾ മലയാള സിനിമയിൽ ഏറ്റവും അനുയോജ്യനായ വടക്കൻ പാട്ടിൽ അനുയോജ്യനായ നടൻ സൂപ്പർ സ്റ്റാർ നസീർ സാർ. അത് പാട്ട് സീനിലായാലും വാൾപ്പയറ്റ് ഉണ്ണിയാർച്ചയിലെ വാൾപ്പയറ്റ് കണ്ടിട്ട് MGR നസീർ സാറിനെ ഫോൺ ചെയ്തിട്ട് അഭിനന്ദിച്ച് അടിപൊളിയായെന്ന് പറഞ്ഞിട്ട്, നസീറിൻ്റെ വാൾപ്പയറ്റ് സൂപ്പറായി എന്ന് പറഞ്ഞിട്ട്. അല്ല, അത് കുഞ്ഞാലി മരക്കാറിലെ വാൾപ്പയറ്റ് കണ്ടിട്ട്, ഉണ്ണിയാർച്ചയല്ല കുഞ്ഞാലി മരക്കാറിൽ. അപ്പോൾ അത് നസീർ സാറിൻ്റെ വാൾപ്പയറ്റ് അറിയുന്നതുകൊണ്ടതല്ല പിന്നെ ഈ ഉണ്ണിയാർച്ചയിലും കണ്ണപ്പനുണ്ണിയിലും വാൾപ്പയറ്റ് ചെയ്യുന്നത്. അപ്പോൾ നസീർ സാറാണ് പാട്ട് സീനിലായാലും ഓരോരോ പാട്ടെടുത്ത് നോക്കിയാൽ മതി. മുത്തുമണിപ്പളുങ്കുവെള്ളം പുഴയിലെൻ്റെ കൊത്തുപണിക്കരിമ്പുവെള്ളം കോലത്തു നാട്ടിലെ കോവിലകത്തമ്മയെ താലി കെട്ടിക്കൊണ്ടുപോരണ കല്യാണവെള്ളം മുത്തുമണിപ്പളുങ്കുവെള്ളം. ഇത് ഞാൻ ഉദാഹരണം പറഞ്ഞു. ഇതുപോലെ വടക്കൻ പാട്ടിൽ പാട്ട് പാടി അഭിനയിക്കുന്ന വേറെ നടനേ ഉള്ളു, ഒരു നടനെ കൊണ്ട് സാധിക്കൂല. അത് പിന്നെ നസീർ സാർ ഏറ്റവും യോജിക്കുന്നത്. പിന്നെ വടക്കൻ പാട്ടിൽ ഏറ്റവും യോജിക്കുന്ന നടന സത്യം മാഷ് തച്ചോളി ഉദയനായാലും പിന്നെ പാലാട്ട് കോമനായാലും സത്യം മാഷ് നസീർ സാറ് കഴിഞ്ഞു. പക്ഷെ പാട്ട് സീനിൽ പോക്കാണ്. പാട്ട് സീനിൽ സത്യം മാഷ്ക്ക് ഷൈൻ ചെയ്യാൻ കഴിയും വടക്കൻ പാട്ടിൽ. അതുകൊണ്ട് ഇപ്പോൾ സത്യം മാഷ്ക്ക് പ്രത്യേക ഇതാണെന്ന് കൊടുക്കുക. പ്രേമരംഗങ്ങളൊന്നും കുറവായിരിക്കും വടക്കൻ പാട്ട് പാടത്തിൽ. നസീർ സാറിന് കൊടുക്കുന്ന അത്ര പ്രേമരംഗങ്ങളും പാട്ടൊന്നും സത്യം മാഷ്ക്ക് കൊടുക്കൂല. പിന്നെ വടക്കൻ പാട്ടിൽ യോജിക്കുന്ന നടനാണ് നായകനായിട്ട് യോജിക്കുന്നത്. പക്ഷെ നായകനായിട്ടില്ല. ജയൻ ചേട്ടനെ നായകനാക്കാൻ പറ്റും വടക്കൻ പാട്ടിൽ, പക്ഷെ ജയൻ ചേട്ടൻ നായകനായിട്ട് ഒരു വടക്കൻ പാട്ട് സിനിമയില്ല. പിന്നെ വില്ലനായിട്ട് വടക്കൻ പാട്ടിൽ നല്ലോണം ശോഭിക്കാൻ പറ്റിയ നടനാണ് KP ഉമ്മർ. വില്ലനായിക്കാൻ ചന്തുവല്ലായി കഴിഞ്ഞാൽ ആ അട്ടഹാസത്തെ പോലത്തെ ചിരിയും, അങ്ങനെ മമ്മൂട്ടിൻ്റെ അത്ര നാടകീയതയില്ല. കുറച്ച് നാടകീയതയുണ്ട് ഉമ്മറിന്, എന്നാലും മമ്മൂട്ടിൻ്റെ അത്രയില്ല. മമ്മൂട്ടി വടക്കൻ പാട്ടിൽ അഭിനയിച്ചാണ് ഇതിൽ വടക്കൻ വീരഗാഥയിലും. പിന്നെ വേറെ പിന്നെ പഴശ്ശിരാജ അത് ചരിത്രകഥയാണല്ലോ, വടക്കൻ പാട്ടല്ലേ. മമ്മൂട്ടിൻ്റെത് എല്ലാവർക്കും അറിയാലോ, വടക്കൻ വീരഗാഥയിൽ ബോറിന് അഭിനയമാണ്, നാടകം പോലുള്ള അഭിനയമാണ് മമ്മൂട്ടിൻ്റെത്. പാട്ട് സീനിലൊന്നും അഭിനയിക്കാൻ കഴിയില്ല.
പാട്ട് സീനിൽ എന്ത് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് ഇന്ദു ലേഖ എന്ന് പറഞ്ഞിട്ട് പാട്ടിൽ വരുന്നുണ്ട് കുതിരപ്പുറത്ത്. പക്ഷെ അപ്പോൾ മമ്മൂട്ടി വായനക്കിട്ട് പാടുന്നതെല്ലാം തോന്നുന്നു. പക്ഷെ അതൊന്നും ഇങ്ങനെ പാട്ട് സീനിൽ ദൂരത്താണ് കാണിക്കുന്നത്. കുതിരപ്പുറത്ത് വരുന്ന അടുത്ത് ക്ലോസപ്പിൽ കാണിക്കുന്നുമില്ല. ക്ലോസപ്പ് കാണിക്കുമ്പോൾ ബോറാകുന്ന സംവിധാനം അറിയാം. അതുകൊണ്ട് കുതിരപ്പുറത്തെല്ലാം വരുമ്പോൾ ദൂരത്തായിട്ടാണ് കാണിക്കുന്നത് കുതിരപ്പുറത്ത് വരുന്ന രംഗങ്ങൾ. അടുത്ത് വരുമ്പോൾ മമ്മൂട്ടി ബോറാണ്. കുതിരപ്പുറത്ത് ഇരിക്കുന്ന തന്നെ ബോറാണ്. ഇങ്ങനെ ഒരു കുതിരപ്പുറത്ത് ഇരിക്കാൻ അറിയാത്ത ആൾ ഇരുന്നിട്ട് പോകുന്ന പോലെയാണ്, പേടിച്ചിട്ടിരിക്കുന്ന പോലെ. അപ്പോൾ വടക്കംപാട്ട് പടത്തിൽ പിന്നെ അഭിനയിച്ച ചേരാത്ത നടന്മാരെ കുറിച്ച് പറയാം. മമ്മൂട്ടിക്ക് വടക്കംപാട്ട് ചേരുന്നില്ല. മമ്മൂട്ടിക്ക് വടക്കംപാട്ടിൽ അഭിനയിച്ചാൽ ശരിയാവില്ല. അതാണ് തെളിയിച്ചാണ് പടയോട്ടത്തിലും നാടകം പോലെയാണ് അഭിനയിച്ചത്. അതിൽ പടയോട്ടത്തിലെ കഥാപാത്രത്തിൻ്റെ പേരെന്തേലും മമ്മൂട്ടിക്ക് എന്തോ ഒരു പേരുണ്ടായില്ല, വില്ലനായിട്ടുള്ള പേര്. നസീർ സാറ് പറയുന്നില്ലേ, കമ്മാരൻ. അതും മമ്മൂട്ടിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ഓർമ്മ വരുന്നില്ല. നസീർ സാറിനെ ഓർമ്മിച്ചാരാണ് നസീർ സാർ കമ്മാരൻ എന്ന് പറയുന്നത് നമുക്ക് ഓർമ്മ വരുന്നത്. അവിടെ തന്നെ നസീർ സാറിൻ്റെ നോക്കി, നസീർ സാറിൻ്റെ ഡയലോഗാണ് കമ്മാരെന്ന് വിളിക്കുന്നത്. അതിപ്പോൾ എനിക്ക് കമ്മാരൻ എന്നുള്ള പേര് മറന്നുപോയി. പക്ഷേ നസീർ സാറിന് ഓർത്തേ നസീർ സാർ പറയുന്ന കമ്മാരൻ എന്നുള്ള ഓർമ്മ വന്നു. മമ്മൂട്ടിൻ്റെ കഥാപാത്രത്തിന് ഓർമ്മയില്ല, അതിന് പേരെന്നെ ഓർമ്മയില്ല. മമ്മൂട്ടി അതിലും നാടകീയതയായിരുന്നു. വടക്കം പാട്ടിലും വടക്കം വീരഗാഥയിലും നാടകീയതയാണ്. പിന്നൊന്ന് അഭിനയിക്കാൻ വടക്കം പാട്ടിൽ അറിയാത്ത നടനാണ് മോഹൻലാൽ തീരെ അറിയില്ല വടക്കം പാട്ടിൽ. കടത്തനാടാമ്പാടി പിന്നെ നസീർ സാറിൻ്റെ അവസാന കാലത്ത് നസീർ സാറിനെ പ്രിയദർശൻ നിർബന്ധിച്ച് കൊണ്ടുപോയിട്ട് പടം വിജയിക്കാൻ വേണ്ടി ഒരു പയ്യൻപള്ളി ചന്തുവിൻ്റെ റോള് കൊടുത്താണ്. നസീർ സാർ ആ സമയത്ത് വിശ്രമിച്ചിരിക്കുന്ന സമയത്ത് കാല് പിടിച്ചിട്ടാരും കൊണ്ടുപോയാൽ തോന്നുന്നു അഭിനയിക്കുമെന്ന് പറഞ്ഞിട്ട്. നസീർ സാർ ഉള്ളതുകൊണ്ട് കുറച്ച് അതിൻ്റെ മുടക്ക് മുതലൊക്കെ തിരിച്ചു കിട്ടി. ഇല്ലെങ്കിൽ പടം ഈ ബറോസ് പോലെ പൊട്ടിത്തകർന്നിട്ടുണ്ടാവും അന്നത്തെ കാലത്ത് കടത്തനാടമ്പാടി. നസീർ സാർ ഉള്ളതുകൊണ്ട് മാത്രം അന്നത്തെ ആൾക്കാർ വരുന്നുണ്ട്. പടം ഇറങ്ങിക്കഴിയുമ്പോൾ നസീർ സാർ സൂപ്പറായിന്ന്, ആ പയ്യൻപള്ളി ചന്തുവിൻ്റെ കഥാപാത്രം സൂപ്പറായിന്ന് അന്നത്തെ കാലത്ത് എല്ലാവരും അഭിനന്ദിച്ചത്. അത് നസീർ സാറിൻ്റെ പിന്നെ ഉള്ളതുകൊണ്ട് ആ പടം കലക്ഷൻ കുറച്ച് കിട്ടി. ഇല്ലെങ്കിൽ മൂക്കുകുത്തി കൊണ്ടുണ്ടാകും പടം 8 നിലയിൽ പൊട്ടിയിട്ടുണ്ടാവും. വടക്കം പാട്ട് സംസാരം പോലും മോഹൻലാലിന് അറിയില്ല. അമ്മേ ചൊല്ലിൻ എന്നെല്ലാം പറഞ്ഞിട്ട് പറയുമ്പോൾ ചേരണ്ടേ. നസീർ സാറിൽ ചൊല്ലി എന്ന് പറയുമ്പോൾ ചൊല്ലി എന്നുള്ളത് തന്നെ ഉണ്ടാവും. ഇത് നേരം മാവനെ കൊന്നവൻ ആരാണമ്മേ ചൊല്ലിൻ ഇതെല്ലാം പറയുമ്പോൾ ചൊല്ലിൻ മോഹൻലാലിൻ്റെ ഡയലോഗ് അങ്ങനെയല്ല. സാധാരണ ഈ നാട്ടും പുറത്തെല്ലാം നാടോടിക്കാറ്റിൽ അഭിനയിക്കുന്ന പോലെയാണ് അതിൽ അഭിനയിച്ചത്. വടക്കൻ പാട്ടിൽ നാടോടിക്കാറ്റിൻ്റെ അതേ ശൈലി കടത്തനാടാമ്പാടിയിൽ. കടത്തനാടാമ്പാടി മാറണ്ടേ, കഥാപാത്രമായിട്ട് മാറണ്ടേ, അതില്ല. പിന്നെ മൂപ്പർ ശ്രീനിവാസനോട് കോമഡി വരുന്ന അത് കടത്തനാടാമ്പാടിയിൽ സംഭാഷണം. അപ്പോൾ അത് മോഹൻലാൽ ചേരുമില്ല. പിന്നെ ഈ വടക്കൻ പാട്ടിൽ ചേരാത്ത നടനാണ് ഈ മമ്മൂട്ടിനെയും മോഹൻലാലിൻ്റെയും നസീർ സാറിൻ്റെ പടത്തിൽ തച്ചോളയം പൂലം പോലത്തെ പടത്തിൽ ഈ കാവൽക്കാരായിട്ട് നിർത്താൻ പറ്റും. 2 കുന്തം പിടിച്ചിട്ട് കാവൽക്കാർ. നസീർ സാർ കുതിരപ്പുറത്തെല്ലാം വരുമ്പോൾ കോട്ടവാതിൽ നസീർ സാർ ഇങ്ങനെ ജമ്പ് ചെയ്തിട്ട് മാറിയും. ആ സമയത്ത് 2 കാവൽക്കാർ അപ്പുറം ഇപ്പുറം നിൽക്കുന്നുണ്ട് കുന്തം പിടിച്ചിട്ട്. ആ റോളിൽ പറ്റും മമ്മൂട്ടിനെയും മോഹൻലാലിന് ഈ വടക്കൻ പാട്ടിൽ. നസീർ സാറിൻ്റെ പടത്തിൽ ആ റോളിൽ അവർക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ചേരാത്തതാണ് സോമേട്ടന് വടക്കം പാട്ട് ചേരൂല. സോമേട്ടൻ ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുമില്ല. വടക്കം പാട്ട് പടത്തിൽ സോമേട്ടനില്ല ഒരു പടത്തിൽ. പിന്നെ വടക്കം പാട്ടിൽ അഭിനയിക്കാത്ത നടനാണ് സുകുമാരനും വടക്കം പാട്ടായിട്ട് ശരിയാവില്ല. പിന്നെ മധുച്ചേട്ടനും വടക്കം പാട്ട് തീരെ ശരിയാകാത്ത നടനായതുകൊണ്ട് വടക്കം പാട്ടിലില്ല. പക്ഷേ ലാസ്റ്റ് പടയോട്ടത്തിൽ ഇട്ടിരുന്നു, മഹാബോറായിരുന്നു. ലാസ്റ്റ് സീനിൽ നസീർ സാർ പിന്നെ എൻ്റെ ചേട്ടനാന്നെല്ലാം പറയുമ്പോൾ നസീർ സാർ അനിയനാന്ന് മനസ്സിലായാലും മധുവിൻ്റെ ഒരു കളിയെല്ലാം കാണേണ്ടതാണ് ഇങ്ങനെല്ലാം ആക്കിയിട്ട്. മധു തീരെ ചേരാത്തതാണ് ഈ വടക്കം പാട്ടിൽ. പക്ഷേ വടക്കം പാട്ട് ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുള്ളൂ. അല്ല ഒന്ന് തച്ചുപൊളി അതെല്ലാം അഭിനയിച്ചെന്ന് തോന്നുന്നു ചെറിയ റോളിൽ. മധുവിനെ പറ്റൂല വടക്കം പാട്ടിൽ. പിന്നെ ചേരാത്തത് വിൻസെൻ്റൊന്നും വടക്കം പാട്ട് പടത്തിൽ ഇല്ല. സുധീർ വടക്കം പാട്ട് സിനിമയിലില്ല. രാഘവനും ഇല്ല. പിന്നെ മോഹനില്ല. ഇവരൊന്നും വടക്കം പാട്ടിൽ അഭിനയിക്കാൻ പ്രത്യേക പിന്നെ കഴിവന്നെ വേണം. അത് നസീർ സാറും സത്യം മാഷിക്കും മാത്രമേ ഉള്ളൂ. പിന്നെ ജയൻചേട്ടൻ നായകനായിട്ട് അഭിനയിക്കാത്തതുകൊണ്ട് നമുക്ക് ജയൻചേട്ടൻ്റെ കാര്യം അറിയില്ല. ജയൻചേട്ടൻ കണ്ണപ്പനുള്ളിൽ ചെറിയ റോള്, തച്ചോളി അമ്പൂല് സൈഡ് റോള്, പാലാട്ട് കുഞ്ഞിക്കണ്ണലിൽ ഉപനായകൻ,
അതുകൊണ്ട് ജയൻ ചേട്ടൻ നായകനായിട്ട് വന്നാലേ നമുക്ക് ജയൻ ചേട്ടനെ കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റും. പക്ഷെ എന്നാലും വടക്കംപാട്ട് പടത്തിൽ പറ്റും ജയൻ ചേട്ടന്. ഇതൊക്കെയാണ് വടക്കംപാട്ട് സിനിമകളിലുള്ള കാര്യങ്ങൾ. അതാണ് ഇപ്പം പറഞ്ഞത്. ഓക്കെ.